അബിയുടെ അമ്മ അഭിനയിച്ചിട്ടുണ്ട് സീരിയലിൽ. അയ്യോ, അത് പറയരുത്. അത് തോന്നിയാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ KK രാജുവിന്റെ ഒരു സീരിയലിലാണ്. ഒരു 6-7 എപ്പിസോഡോ മറ്റോ ഉണ്ടായിട്ടുണ്ടാവും. അതിലൊരു മെയിൻ ക്യാരക്ടറായിട്ട് ആണായിരുന്നു. പക്ഷെ അത് കുറച്ച് പിന്നെ ഒരു 6-7 എപ്പിസോഡിൽ ഒതുങ്ങിയത് അത്രേ ഉള്ളൂ. പിന്നെ അത് നമുക്ക് ട്രിവാൻഡ്രത്തായിരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതൊരു ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ അഹങ്കാരത്തിന് പോയി ചെയ്ത് പോകുന്നതാണ്. അഹങ്കാരം തോന്നി. ഒരു ടിക്ടോക്ക് വൈറലായോടുകൂടി ഞാൻ വലിയ എന്തോ സംഭവം വെച്ചിട്ട് ഞാൻ പോയി ചെയ്തതാണ്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. യൂട്യൂബിലൊക്കെ അത് കാണുമ്പോൾ നമുക്ക് നാണക്കേടാവുന്നുണ്ട് ഇപ്പോൾ. എന്നാലും പക്ഷെ എനിക്ക് രാജീവ് സാറ് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്ന ഒരാളാണ്. അതായത് കറക്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങേരുടെ കീഴിലെന്ന് വെച്ചിട്ട് എനിക്ക് എന്നോടെല്ലാം നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളൂ. നന്നായിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നല്ലൊരു അഭിനേതാവും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അഭിനയിക്കാൻ പോകുന്നുണ്ടോ? അയ്യോ, ഇല്ല അഭിനയിക്കില്ലേ, ഇല്ല. പിന്നെ ഞാൻ ഒരുപാട് ഇപ്പൊ അതിൽ നിന്ന് പോകുന്നു. ഞാനിപ്പോ കുറെ നാള് റീല് ചെയ്തായിരുന്നു. ഇപ്പൊ പിന്നെ ഒന്നുമില്ല. ഇപ്പൊ ഫുൾ ടൈം ബിഗ് ബോസ് തുടങ്ങിയ ഓൾറെഡി ഞാൻ ബിഗ് ബോസിലാണ്, അങ്ങനെയാണ്. പക്ഷെ ഞാനും ബിഗ് ബോസ് കാണാൻ പോലും പറ്റാതെ ഞങ്ങൾ വിഷമിച്ച ഒരു കാലമുണ്ട്. വീട്ടിലാവുമ്പോ അങ്ങേർക്ക് എപ്പോഴും ക്രിക്കറ്റ് കളിയേ വെക്കുള്ളൂ. ഞങ്ങൾക്ക് ബിഗ് ബോസ് ഒന്നും വെക്കാൻ പറ്റാറില്ല. പക്ഷെ ഇപ്പൊ അതെങ്കിലും ഞങ്ങൾക്ക് അതും ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലാണെങ്കിൽ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ ആയതുകൊണ്ട് അതും കാണാൻ പറ്റി. ശരിക്കും ഞാനിവിടെ വന്നപ്പോ ഞെട്ടി എങ്ങനെയാന്ന് പറയാം. ഞങ്ങൾ കയറി വരുമ്പോ അബിയുടെ ഒരു ബന്ധത്തിലുള്ള ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. സന്തൂർ മമ്മിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതെന്താ ഞാൻ പറഞ്ഞില്ല. അത് എന്റെ കുറച്ച് ഏർലി മാരേജ് ആയിരുന്നു. അപ്പോ അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. പിന്നെ സന്തൂർ എന്നാ ഞാനൊരു സത്യം പറയാം. ഞാൻ സന്തൂർ സോപ്പും സന്തൂർ പൗഡറും തന്നെയാണ് കോളേജിൽ മുഴുവൻ ഉപയോഗിച്ചിരുന്നത്. ഇത്ര നല്ല പരസ്യ ബ്രാൻഡിന് കിട്ടാനില്ല. അത് സത്യമായിട്ട് എന്റെ അമ്മ എനിക്ക് എന്നും, ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ അമ്മ എനിക്ക് എപ്പോഴും സന്തൂർ സോപ്പും സന്തൂർ പൗഡറും എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഒരു പരസ്യം പറയുന്നത് സത്യമാണല്ലേ? സന്തൂർ സോപ്പ് സന്തൂർ സോപ്പിന് എന്തുകൊണ്ട്? അതല്ല, ആക്ച്വലി ഞാൻ ഏർലി മാരേജ് ആയിരുന്നത് കൊണ്ട് ഇപ്പൊ ചെറുപ്പമായിരിക്കുന്നു. പിന്നെ സ്ലിം ആയതുകൊണ്ട് തോന്നുന്നില്ല. അബിയുടെ ഫിറ്റ്നസ് രഹസ്യം ഉണ്ടോ മമ്മിക്ക്? ഏതാണോന്ന് ആണോ? ഞാൻ എന്റെ അബിയുടെ ഫിറ്റ്നസ് അത് കൊണ്ടുപോവോ? ഫിറ്റ്നസ് ഒക്കെ പറഞ്ഞുതരുമോ? അവനോ? ഞാൻ ഫിറ്റ്നസ്, ഞാൻ ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോയിരുന്ന ആളാണ്. പക്ഷെ കുറച്ച് നാൾ പോവും, പിന്നെ പോവില്ല, അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ ഓൾറെഡി എനിക്ക് ഇനി ഫിറ്റ്നസിന്റെ ആവശ്യമില്ല. അത്രയും ക്ഷീണിച്ചു. ഒരു 10 കിലോ മറ്റേ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. ഈ ബിഗ് ബോസ് വന്നതോടുകൂടി ഞാൻ 4 കിലോ കുറഞ്ഞു. അപ്പൊ പിന്നെ പിന്നെ ഇവൻ ഫുഡൊന്നും ഇല്ലാണ്ട് ഭയങ്കര, അവൻ ഇപ്പോഴും 1 കിലോ ചിക്കനൊക്കെ ഒരു ദിവസം തിന്നുന്ന ആളായിരുന്നു തോന്നുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് ആ ഫസ്റ്റ് ഡേ ഉപ്പ് ഉണ്ടായിരുന്നില്ല. അവിടെ ഉപ്പ് ചോദിക്കലായിരുന്നു ഏത് നേരവും. ജാൻമണിയൊക്കെ ഉപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ആകെ ടെൻഷനായി. ഇനിയിപ്പോ ഉപ്പില്ലെങ്കിൽ അവന് ലോ പ്രഷർ, കുറച്ചൊരു ലോ പ്രഷറാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതോടുകൂടി കുട്ടി തളർന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവന്റെ പ്ലേറ്റിൽ നോക്കുമ്പോ ഇത്ര ചോറോ പിന്നെ 1.5 ചപ്പാത്തിയൊക്കെ. അപ്പൊ തന്നെ ഞാൻ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നത്.